ഓയ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹെയർ ഓയിലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് കേട്ടോ തലയിൽ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറ്. ഇപ്പം ഇന്ന് അങ്ങനൊരു ദിവസമാണ്. അപ്പം എൻ്റെ മുടി ആകെ ഡ്രൈ ആയിട്ട് ആകെ ചകിരിക്കൂട് പോലെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് മേനയാക്കി എടുക്കാവേ. 2 ദിവസമായി മുടി നനച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഇപ്പം ഞാൻ കുറച്ച് മടിച്ചായതുകൊണ്ട് വലിയ രീതിയിൽ പാക്കും കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഇനി കുറച്ചൊരു ഹെയർ കെയർ ഒക്കെ ആവാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു തുടക്കം ആയിക്കോട്ടെ. അപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ മുടി 2 ഭാഗത്തേക്ക് നേരെ എടുത്തിട്ട് 2 ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ മുടിയുടെ ചിക്ക് കളയണം. ചിക്ക് കളയാനായിട്ട് ഞാൻ ഈ പല്ലകലമുള്ള ചീർപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും മുടി ചീവുമ്പോഴത്തേക്ക് താഴേന്ന് മേലോട്ടാണ് കേട്ടോ ചീവി വരിക. നേരത്തെ ഞാൻ ചിക്ക് കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ മേലെന്നാണ് ചീവുന്നത്. എപ്പോഴും ചീവി എടുക്കുമ്പോഴത്തേക്ക് ചിക്ക് ഉണ്ടെന്ന് വെച്ചാൽ കെട്ടുണ്ടെന്ന് വെച്ചാൽ താഴേന്ന് മേലത്തോട്ട് ചീവി എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മുടി അധികം പൊട്ടിപ്പോകത്തില്ല. ഇതൊക്കെ കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അധികം മുടി പൊട്ടി പോവാതിരിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഹെൽപ്പ് കൂടി ഉണ്ട്. നമ്മൾ അകലം ഇല്ലാത്ത പല്ല് യൂസ് ചെയ്തിട്ട് കെട്ടുള്ള മുടിയിലിട്ട് വലിച്ചു എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോവും. അപ്പം അതിനു കൂടി ഇത് നല്ലതാണ്. ഇത് മറ്റേ നമ്മുടെ മരത്തിൻ്റെ ഉണ്ടാവില്ലേ, വുഡൻ കോമ്പ്, അതാണെങ്കിലും നല്ല ബെറ്ററാണ് കേട്ടോ. ഞാനിതിപ്പോൾ കുറേ കാലമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 വശത്തെയും കെട്ടൊക്കെ കളഞ്ഞെടുക്കണ്ടേ. അതുപോലെ തന്നെ നമ്മൾ ഈ മുടിയിൽ ഇട്ടിട്ട് വലിച്ചെടുക്കരുത്. അതായത് നല്ല രീതിയിൽ, ഇതിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നല്ല രീതിയിൽ വലിച്ചെടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ വലിച്ചെടുക്കാതെ മെല്ലെ മെല്ലെ വേണം കേട്ടോ ചീവി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഓയിലാണ് കേട്ടോ തൽക്കാലം തേക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില്ല, അതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. മറ്റേ നമ്മുടെ ആയുർവേദിക് എണ്ണയാണ് കേട്ടോ. മറ്റേ ആയുർവേദിക് കമ്പനീൻ്റെ അല്ല, നമ്മൾ വേറെ ആയുർവേദ ഡോക്ടറെ കാണിച്ചിട്ട് തേക്കുന്നതാണ്. അതെന്തോ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. 2-3 എണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് തരുന്നതാണ്. അതാണ് ശരിക്കും ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടാണ് മേടിച്ച് തേക്കാറുള്ളത്. സംഭവം നാട്ടിൽ പോയപ്പോൾ മേടിക്കാനായിട്ട് മറന്നുപോയി, വിട്ടുപോയതുകൊണ്ട് സാധനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് നാട്ടിൽ പോണവർ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തേക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എണ്ണ തേക്കാറ്. നമ്മൾ ആദ്യം കുറച്ച് കയ്യിൽ എണ്ണ എടുത്തിട്ട് അത് നല്ല രീതിയിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഉരസി എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയ ചൂടായി കിട്ടും കേട്ടോ. ഇങ്ങനെ ഉരസി എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഈ എണ്ണ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരസി ചൂടാക്കി തേക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ തേക്കാറ്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ എണ്ണ എടുത്തിട്ട് നല്ല രീതിയിൽ റബ്ബ് ചെയ്തെടുത്ത ശേഷം തലയോട്ടിയിലോട്ട്, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തലയോട്ടിയിലോട്ട് വിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ചെയ്യാറ്. നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ തലയോട്ടിയിലോട്ടാണ്. അതിന് ശേഷം മാത്രം ഹെയർ ലെങ്ത്തിലോട്ട് വരാൻ പാടുള്ളൂ. അപ്പം കൈയിൻ്റെ വിരൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ തലയോട്ടി എല്ലാം മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഇപ്പം ഞാൻ ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം അപ്പുറത്തിലോട്ട്, അതായത് അപ്പുറത്തെ ഭാഗത്തിലോട്ട് കിടക്കാറുള്ളൂ. അപ്പം നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തിലോട്ടും എണ്ണയാവും. എണ്ണ മാത്രമല്ല, ഞാനിപ്പോൾ എന്ത് പാക്ക് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതെനിക്ക് ചെറുപ്പം തൊട്ടേ ശീലിപ്പിച്ച് തന്നതാണ് കേട്ടോ അമ്മ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ 2 ഭാഗത്തേക്കും 2 മുടിയുടെ ഭാഗത്തേക്ക് എത്തും, പുറകിലോട്ടും എല്ലായിടത്തേക്കും എത്തും. മുടി നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ഇവിടുത്തെ വെള്ളം എനിക്ക് പെട്ടെന്ന് ചേരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് മസാജ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഈ ആംഗ്യ ഭാഷയിൽ കാണിച്ചു തന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ ആദ്യം എല്ലാ ഭാഗത്തേക്കും തേച്ച ശേഷം ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ഇതാണ് എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ. എത്ര മാറ്റിയാലും അല്ലെങ്കിൽ എത്ര എണ്ണ തേച്ചാലും ഇത് ശരിയാവത്തില്ല. ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്താൽ ശരിയാവുമായിരിക്കും, പക്ഷെ അതിന് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കൊണ്ട് നടക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ തലയിൽ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ പോണത് ഈ സ്പ്രേ വാട്ടറാണ് കേട്ടോ.
അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവ തലേന്ന് തന്നെ കുതിർക്കാനിട്ടിട്ട് ആ കുതിർത്തെടുത്ത വെള്ളം, ഉലുവ കുതിർത്തെടുത്ത ആ വെള്ളമാണ് കേട്ടോ ഈ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. ഞാൻ ചിലപ്പോൾ റോസ്മേരി വാട്ടർ ആയിരിക്കും, ഉലുവ വെച്ചിട്ട് ചെയ്യും, ചിലപ്പോൾ കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് ചെയ്യും. അങ്ങനെ വെള്ളം ഞാൻ ഈ സ്പ്രേ വാട്ടർ മാറ്റിയും കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം ഇപ്പം കിട്ടിയിരിക്കുന്ന ഉലുവ വെള്ളമാണ്. അപ്പം ഞാൻ ഇതാണിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഉലുവ വെള്ളം തിളപ്പിക്കണമെന്നൊന്നുമില്ല. ഉലുവ ജസ്റ്റ് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് നല്ല രീതിയിൽ കുതിർത്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിനൊരു മഞ്ഞ നിറം കിട്ടും. ആ വെള്ളം ഒരു ലൈറ്റ് യെല്ലോ കളർ, അതാണ് കേട്ടോ ഈ വെള്ളത്തിനൊരു കളറ്. അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുടീനെ ഓരോ ഇങ്ങനെ വകച്ചിലായിട്ട് എടുത്തു കൊടുത്തിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം എന്താ ഈ സിലിക്കോണിൻ്റെ ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ. നല്ല ഉപകാരമുണ്ട്. നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട്. പിന്നെ നമ്മുടെ ഹെഡിന്, തലയ്ക്കോ അല്ലെങ്കിൽ മുടിക്കോ ഒന്നും വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും ഉണ്ടാക്കാറില്ല. കാരണം ഇത് സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിക്ക് നല്ല ഡാമേജ് ഒന്നും വരുത്തുന്നില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് സ്പീഡിലാണ് അങ്ങനെ ഇട്ടിട്ട് വീഡിയോ കുറച്ച് സ്പീഡിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല സ്പീഡിലിട്ട് ഒരതി എടുക്കണ പോലെ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട്, ആ വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തേക്കും. ഇതിപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാണ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എണ്ണ തേച്ചിട്ട് അതിൻ്റെ മേലെ ഉലുവ വെള്ളം കൂടി സ്പ്രേ ചെയ്തുകൊണ്ട് അത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഓരോ റൂട്ടിലോട്ട് എത്താനായിട്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും അതുപോലെ നല്ല ബലം കിട്ടും കേട്ടോ മുടിക്ക്. ഉലുവനെ കുറിച്ച് മുടിയിലോട്ട് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾ വരെ ഉലുവയൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നല്ല രീതിയിലൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇനി എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ കേട്ടോ. അതുവരെ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അതിനുള്ളിൽ ഞാനൊരു പാക്ക് ഇടുന്നുണ്ട് ഫേസിൽ. അപ്പോൾ എന്തായാലും ഹെയർ സെറ്റ് ആകുമ്പോഴത്തേക്കും ഫേസിൽ കൂടെ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ആ ഒരു സമയം കൂടി നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാവോ. അപ്പം ഞാൻ അതിന് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ബഞ്ചാറസിൻ്റെ മുൾട്ടാണി മിട്ടിയാണ്. അപ്പോൾ ആ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആലോവേരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ മടിയായതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ പോയില്ല. പിന്നെ അത് എടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ കറ കളയാനൊക്കെ വെക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കടയിൽ നിന്ന് മേടിച്ച ആലോവേര ജെല്ലാണ്. അതിൻ്റെ കൂടെ റോസ് വാട്ടർ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഫേസിലോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ. റോസ് വാട്ടറിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് നല്ല ഡ്രൈ ആക്കും കേട്ടോ ഹെയറിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആലോവേര ചേർത്ത് കൊടുത്തത്. അത് ചെറിയൊരു മോയ്സ്ചറൈസറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അധികം ഡ്രൈ ആക്കില്ല. പൗഡറും റോസ് വാട്ടറും മാത്രമായിട്ട് ചേർക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡ്രൈ ആവും ഫേസ്. അപ്പോൾ അതിനാണ് ആലോവേര ചേർത്തത്. ഇതിന് പകരം നമുക്ക് കേടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരികത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ കണ്ണാടി നോക്കി നീറ്റായിട്ട് തേച്ച് കൊടുക്കുക. അതിപ്പോൾ ഞാൻ വാരി വലിച്ച് എന്തോ ചെയ്ത പോലെ ഉണ്ട്. നെറ്റിയുടെ ഭാഗത്ത്, മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കട്ടി കൂടി, ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറച്ചോ ജസ്റ്റ് ഒന്ന് മിനുക്കി വിട്ട പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ണാടി നോക്കി കറക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് തേക്കണേ. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫേസിൽ എന്തിടുമ്പോഴും കഴുത്തിൽ കൂടെ ഇടണം, ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും. ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ എൻ്റെ മുടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയാണ് എണ്ണയൊക്കെ തേച്ച് അതുപോലെ ചെമ്പരത്തിയുടെ താളിയൊക്കെ ഉണ്ടാക്കി തേച്ച് തരുമൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ നോക്കാൻ തുടങ്ങിയ ശേഷമാണ് എൻ്റെ മുടിയൊക്കെ ഇങ്ങനത്തെ കോലാകാൻ തുടങ്ങിയത്. ഇപ്പം ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഫേസിലിട്ട സാധനമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് കുളിച്ചിട്ട് വരാവേ, എന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഗൈസ് ഞാൻ കുളിച്ച് മുടിയൊക്കെ നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് എൻ്റെ മുടീൻ്റെ ടെക്സ്ചർ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പം ഓക്കെ, ബൈ.